നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ആദിപരാശക്തി നമ്മിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് അഹങ്കരിക്കുന്നു. ആദിപരാശക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാനുള്ള ഉപകരണം മാത്രമാണ് നാം. നമുക്ക് എഴുതാൻ പേന ഉപകരണമായിരിക്കുന്ന പോലെ, പുസ്തകം ഉപകരണമായിരിക്കുന്ന പോലെ ആദിപരാശക്തിയുടെ കയ്യിലുള്ളതായ ഉപകരണം മാത്രമാണ് നാം. ആദിപരാശക്തി നാമാകുന്ന ഉപകരണം കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ ഇല്ല എന്നുള്ളതാണ് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഉദാത്തമായ അനുഭവതലം. അപ്പോഴേക്കും ഇങ്ങനെ സവികൽപ്പ സമാധിയുടെ ഉയർന്ന 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 മണ്ഡലങ്ങളിലോട്ട് ചെല്ലും. എന്നിട്ട് അവസാനം നിർവികൽപ്പ സമാധിയിലെത്തുമ്പോ അകർമ്മത്തിൽ പൂർണ്ണമായും ഉറച്ചു. ഞാൻ കർത്താവല്ല, കർത്താവില്ലാത്ത കർമ്മം. കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൈകൊണ്ട്, കാലുകൊണ്ട്, കണ്ണുകൊണ്ട്, മൂക്കുകൊണ്ട്, നാക്കുകൊണ്ട് ഒക്കെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്യധികം ശക്തിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുറവും വരാതെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം വിജയപ്രദമാവുകയും ചെയ്യും, അങ്ങനെ ചെയ്യപ്പെടുന്നതായ കർമ്മം. പക്ഷെ ഈ ചെയ്യുന്ന ഞാൻ അവിടെ ഇല്ല, കർത്താവില്ല. കർത്താവ് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതെല്ലാം ആദിപരാശക്തിയാണ്. ഇതാണ് അകർമ്മം. അകർമ്മം കഴിഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കലല്ല, കർമ്മം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കൃഷിയാവാം, കച്ചവടമാകാം, വിദ്യാഭ്യാസമാകാം, വിവിധങ്ങളായ മണ്ഡലങ്ങളിലെ തൊഴിലുകളാകാം, യുദ്ധവുമാകാം, രാജ്യഭരണവുമാകാം. ഏതായാലും ആ കർമ്മങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കവേ അത് ചെയ്യുന്ന കർത്താവ് ഞാനാണെന്നുള്ള വിദൂര സങ്കല്പം പോലുമില്ലായ്മ, കർത്താവില്ലാത്ത കർമ്മം. അതാണ് അകർമ്മം. അത് പൂർണ്ണതയിലെത്തുമ്പോൾ ബ്രഹ്മ സാക്ഷാത്കാരമാണ്. അതിനെയും അറിയണം. കർമ്മത്തെ അറിയണം, വികർമ്മത്തെ അറിയണം, അകർമ്മത്തെ അറിയണം. പരമമായ ലക്ഷ്യം അകർമ്മമാണ്. ഈ ജന്മത്തിൽ എത്താൻ കഴിഞ്ഞില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധനയ്ക്കനുസരിച്ചിട്ട് ക്രമേണ പല ജന്മങ്ങളിലൂടെ നാം അവിടെ എത്തിച്ചേരും. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. തിരിച്ച് നാം എല്ലാം എത്തിച്ചേരേണ്ടതും ആ കർമ്മത്തിലാണ്. അങ്ങനെ കർമ്മത്തെയും വികർമ്മത്തെയും അകർമ്മത്തെയും അറിയണം. അകർമ്മമാണ് പരമലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നാം എന്ത് വേണം? കർമ്മം ചെയ്യണം. നാം അനുഷ്ഠിക്കേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി സാത്വിക ബുദ്ധിയോടുകൂടി ധാർമ്മികമായി ചെയ്യണം. വികർമ്മങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വികർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരാതെ, നമ്മുടെ പ്രവൃത്തികളിൽ കടന്നു വരാതെ ദൂരേക്ക് മാറ്റിവെക്കണം. വികർമ്മങ്ങളെ എല്ലാം ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം തിരിച്ചറിയണം എന്ന ഗീതയിലെ 4-ാം അധ്യായത്തിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അകർമ്മത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിപ്പോ ചർച്ച ചെയ്യാൻ നിൽക്കുന്നില്ല. ആ അകർമ്മത്തിന്റെ പൂർണ്ണതയാണ് മഹാഭാരത യുദ്ധത്തിന്റെ ചുക്കാൻ പിടിച്ച, കാഴ്ചയ്ക്ക് ചമ്മട്ടിയെ പിടിച്ചിട്ടുള്ളൂ. ഞാൻ യുദ്ധം ചെയ്യില്ലെന്നും പറഞ്ഞു, ആയുധം എടുക്കില്ലെന്നും പറഞ്ഞു, പക്ഷെ ചമ്മട്ടി പിടിച്ചിട്ടുണ്ട്. കാഴ്ചയ്ക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ അതിന്റെ മുഴുവൻ ചുക്കാൻ പിടിച്ച, അതിനെ ധർമ്മ വിജയത്തിന്റെ ഉത്തുംഗ സ്ഥാനത്തെത്തിച്ച കൃഷ്ണൻ, അതാണ്, അദ്ദേഹമാണ് അകർമ്മത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. അങ്ങനെ അകർമ്മത്തിലെത്താൻ കർമ്മങ്ങൾ ചെയ്യണം സാത്വികമായി. വികർമ്മങ്ങളെ ഒഴിവാക്കണം. കർണൻ തുടങ്ങിയത് വികർമ്മത്തിലാണ്. വികർമ്മങ്ങളുടെയെല്ലാം വലിയ ഒരു ആരാധകനായിട്ടുള്ള ദുര്യോധനൻ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി.
അയാൾക്ക് കർണനെ വേണം അയാളുടെ വികർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ. കർണന് ദുര്യോധനെയും വേണം അയാളുടെ വികർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ. ഇങ്ങനെ മണ്ണാങ്കട്ടയും കരിയിലയും പരസ്പരം സഹകരിച്ചതുപോലെ അവര് നല്ല കാര്യത്തിലാണ് സഹകരിച്ച്. ഇത് ദുഷ്ടമായ വികർമ്മ കാര്യങ്ങളിൽ ഇവർ സഹകരിച്ചു. അതിന്റെ ഫലമായിട്ട് കർണൻ ചെയ്ത പ്രവൃത്തികൾ എല്ലാം ഓരോ ഘട്ടത്തിൽ ചെയ്തതും പരസ്പരം വിരുദ്ധമായി പോയി. കർണന്റെ പ്രഖ്യാപിത നയങ്ങൾക്കും പ്രഖ്യാപിതമായ പൊങ്ങച്ചക്കൾക്കും ഒക്കെ വിരുദ്ധമായി പോയി. അതെല്ലാം കൂടി ചേർന്ന് ഭയങ്കരമായ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന സന്ദർഭത്തിലേക്കാണ് ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. എന്താ ഈ സന്ദർഭത്തില് കർണന്റെ മുന്നില് ഒരു വലിയ പ്രലോഭനം വന്നു ചേരുന്നു. യുദ്ധത്തിന് തൊട്ടു മുമ്പാ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തില് എന്താ അത്? പ്രപഞ്ച ചക്രവർത്തി പദം. ആരും കൊതിക്കുന്ന പദം. കർണൻ ഇത്രത്തോളം കൊതിച്ചില്ല, അത്രത്തോളം കൊതിക്കാനുള്ള ഭാവനയും ഉണ്ടായില്ല. പ്രപഞ്ച ചക്രവർത്തിയാകണം എന്ന് ആഗ്രഹിച്ചു. അത് ഇത്ര കണ്ട് ഉദാത്തമായ സമ്പ്രദായത്തിൽ അങ്ങനെ ചിന്തിക്കാൻ കർണന് കഴിഞ്ഞില്ല. വികർമ്മങ്ങളിൽ കൂടി ലോകത്തിന്റെ ആധിപത്യം പിടിച്ചെടുക്കാം എന്നായിരുന്നു കർണന്റെ സങ്കല്പം. സകല സമ്പത്തും തനിക്ക് പിടിച്ചെടുക്കാം. എന്ത്? തന്റെ കൂട്ടുകാരൻ ദുര്യോധനൻ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്നുണ്ട്. അങ്ങനെ തന്നെ അയാൾ എന്നും നിൽക്കും. കാരണം തന്നെ കൂടാതെ അയാൾക്ക് പറ്റില്ല. തനിക്ക് ഇതെല്ലാം ഇപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അയാളും വേണം. അങ്ങനെ അവർ പരസ്പര പോഷകമായിട്ട് നിൽക്കുന്നു. ഇപ്പോഴിതാ അതിനൊക്കെ അപ്പുറം വലിയൊരു സ്ഥാനം തനിക്ക്. താൻ ഒന്ന് ചിന്തിച്ചാ മതി, ഒന്നും ചെയ്യണ്ട. ഇത്രയും കാലം പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ട് അധ്വാനിച്ചു, വികർമ്മങ്ങൾ ചെയ്തു, അരുതാത്ത കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോഴാകട്ടെ ഒരു കർമ്മവും ചെയ്യാതെ താൻ ഒന്ന് അതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അവിടെ എത്തിക്കാൻ ഉള്ള സാഹചര്യത ഒരുങ്ങി നിൽക്കുന്നു. അവിടേക്ക് ക്ഷണിക്കുന്നതാരാ? അന്ന് ലോകം കണ്ടിട്ടുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ യോദ്ധാവ് വാസുദേവ കൃഷ്ണൻ. അദ്ദേഹമാ ക്ഷണിക്കുന്നു. അദ്ദേഹമാ പറയുന്നത്, കർണ, നിനക്ക് ഇങ്ങനെ ഒരു മഹനീയമായ അവസരമുണ്ട്, നീ അത് സ്വീകരിക്കുക, നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. എപ്പോഴാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ ശാന്തി ദൂതുമായിട്ട് ഹസ്തനാപുരത്ത് വന്നല്ലോ. വന്നു, ദുര്യോധനാദികൾ ഭഗവാൻ പറഞ്ഞത് കേട്ടില്ല. ദുര്യോധനാദികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് രാജാവ് ധൃതരാഷ്ട്രനിൽ നിന്നു. കാരണവന്മാരെല്ലാം ഉപദേശിച്ചു. ഭീഷ്മനും ദ്രോണനും എല്ലാവരും ആരുപദേശിച്ചതും ദുര്യോധനാദികൾ കേട്ടില്ല. കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ കയറുമെടുത്ത് ചാടി. കൃഷ്ണൻ വിശ്വരൂപം കാട്ടി, എന്നാൽ പിടിച്ചു കിട്ടാമെങ്കിൽ ആയിക്കോ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോയി. നേരെ വിതുരഗ്രഹത്തിൽ വന്നു. അവിടെയാണ് കുന്തിയുള്ളത്. കുന്തിയോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മേ, ഇനി എന്താണ് ഞാൻ അവിടെ പോയി ചക്രവർത്തിയായ രാജാവായ യുധിഷ്ഠിരനോട് പറയേണ്ടത്? രാജസൂയം നടത്തിയ ചക്രവർത്തിയാണ് അദ്ദേഹം. ചതിവില് ദുര്യോധനൻ അത് മുഴുവൻ പിടിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ രാജസൂയത്തിൻ്റെതായ പേര്, സൽപ്പേര് ദുര്യോധനന് കിട്ടില്ല. അത് യുധിഷ്ഠിരനേ ഉള്ളൂ. ഞാൻ എന്താ അദ്ദേഹത്തോട് പറയേണ്ടത്? അപ്പോ കുന്തി പറഞ്ഞ മറുപടി നമ്മളെല്ലാം കേട്ടു. അത് കഴിഞ്ഞ് അമ്മയോട്, തന്റെ അച്ഛന്റെ പെങ്ങളോട് നമസ്കാരപൂർവകമായിട്ട് അനുവാദം വാങ്ങി കൃഷ്ണൻ അവിടെ നിന്നിട്ട് പുറപ്പെടുകയാണ്. അപ്പൊ കൃഷ്ണനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് കൗരവപക്ഷത്തിലെ പ്രമുഖന്മാരെല്ലാവരും കൂടെ വരികയാണ്. അങ്ങനെയാണല്ലോ, വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള ബഹുമാനിക്കുന്ന ഒരു അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ യഥായോഗ്യം യാത്രയാക്കും. സൽക്കാരങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ യാത്രയാക്കും. അതിനു വേണ്ടിയിട്ട് കൂടെ ചെല്ലും കുറച്ചു ദൂരം. അത് ഓരോ സാഹചര്യത്തിന്റെയും ഔചിത്യം അനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഇവരെല്ലാം കൂടെ ചെല്ലുകയാണ്.
നഗരാതിർത്തി വരെ. ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കർണനുണ്ട്, അങ്ങനെ അവരെല്ലാവരും ഉണ്ട്. ഒരുമിച്ച് വന്നു. കൃഷ്ണൻ അവിടെ വെച്ചിട്ട് യാത്ര പറയുകയാണ്, അവരോട് യാത്ര പറഞ്ഞ് പിരിയാണ്, തന്റെ തേരിൽ പോവാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ആ കൂട്ടത്തിൽ യാത്ര അയക്കാൻ വന്ന കർണനെ എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട് പിടിച്ച് ഇനി വരൂ, എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് തന്റെ തേരിൽ കയറ്റി തേരോടിച്ചു. കർണനെയും കൊണ്ടാണ് കൃഷ്ണൻ പോകുന്നത്. കുറെ ദൂരം പോയി, ഗംഗാതീരത്ത് പോയി, ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അദ്ദേഹത്തിന് കർണനോട് പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ ആരും അറിയാൻ പാടില്ല. ആ ചർച്ച അങ്ങേയറ്റം രഹസ്യമായിരിക്കണം. അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ളത് പോലും ആരും അറിയാൻ പാടില്ല. ചർച്ചയുടെ വിഷയം അറിഞ്ഞില്ലെങ്കിലും കൃഷ്ണൻ കർണനോട് ചില രഹസ്യങ്ങൾ പറഞ്ഞു എന്ന് പോലും അറിയാൻ പാടില്ല. അതുകൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് തേര് നിർത്തി. എന്നിട്ട് കൃഷ്ണൻ കർണനോട് സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് ഇതാ മഹാഭാരതത്തിൽ കാണാം. ആനുപൂർവേണ വാക്യാനി തീക്ഷ്ണാനി ച മൃദൂനി ച പ്രിയാണി ധർമ്മയുക്താനി സത്യാനി ച ഹിതാനി ച ഹൃദയഗ്രഹണീയാനി രാധേയം മധുസൂദനഃ യാന്യബ്രവീദ മേ ആത്മാ താനി മേ ശൃണു ഭാരത.